ഫാമിലി റൗണ്ടിൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ആദിലയുടെയും നൂറയുടെയും ഫാമിലിയാണ്. ആദിലയുടെയും നൂറയുടെയും ഫാമിലി എന്നുള്ളത് ഫാമിലിയല്ല വന്നിരിക്കുന്നത്, അവർക്ക് പകരമായിട്ട് വന്നിരിക്കുന്നത് ഫാമിലിയെ കാണുന്നതിന് മുന്നേ തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്കിനായി പോയിരിക്കുകയായിരുന്നു ആദിലയും നൂറയും. അവർ ടി വിയിലൂടെയാണ് ദിയ സനയും ജാസ്മിനും വരുന്നതെല്ലാം കണ്ടത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ സ്വീകരിക്കാനായിട്ട് ഗാർഡൻ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. ജാസ്മിനും ദിയ സനയും വന്നതോടെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും പോയി പരിചയപ്പെടുകയുണ്ടായി. ആദിലയുടെ നൂറയുടെ ഫാമിലി വരാത്തതിൽ രണ്ടുപേരുടെയും വിഷമം അവരുടെ മുഖത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ എന്നാലും അവർക്ക് വേണ്ടി ഇവർ രണ്ടുപേരും വന്നതിലുള്ള ഒരു ചെറിയ ഒരു ആശ്വാസം അവർക്കുണ്ട്. ഇവരെ കാണാനായിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇവരെ പോലും അവർക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദിലയും നൂറയും ടാസ്ക് ചെയ്യുന്നിടത്താണ് ലാലേട്ടൻ്റെ ഫോട്ടോയുടെ പസിൽസ് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു ടാസ്ക് കൂടിയുണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇവരെ നേരിട്ട് കാണാനും സംസാരിക്കാനും പറ്റുകയുള്ളൂ. ദിയ സനയും ജാസ്മിനും ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളോടും സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ട് നേരെ ലിവിങ് റൂമിലേക്ക് പോവുകയാണ്. ആദിലയും നൂറയുടെയും ടാസ്ക് കഴിഞ്ഞ് വരുന്നിടം വരെ ഇവരവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആദിലയും നൂറയും ഇതെല്ലാം പ്ലാസ്മ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമായിട്ടും ദിയ സന സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് അവർ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക്കാണ് ഇവർക്ക് ഫാമിലി റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഫോട്ടോയുടെ പസിൽസ് ഇവർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് അടുത്ത ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ദിയ സനയെയും ജാസ്മിനെയും കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബിഗ് ബോസിൻ്റെ മുന്നറിയിപ്പ്.